ഹലോ, അപ്പോൾ നമുക്കിന്ന് ഈസി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നന്നായി കുതിർത്ത് വെച്ച പരിപ്പ് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിലിടുക. അതിൽ വെള്ളം ഒഴിക്കുക, പിന്നെ തക്കാളി, പിന്നെ ഉരുളക്കിഴങ്ങ് അതൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ ഈസി സാമ്പാറാണ് പറയുന്നത്. വെജിറ്റബിൾസ് ഒന്നുമില്ല, എല്ലാം നമ്മളെ വീട്ടിലുള്ളത് മാത്രമാണ്. ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ഈ സാമ്പാർ ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. അല്ലാതെ മറ്റ് കുറേ പച്ചക്കറികൾ ഇട്ടിട്ടുള്ള സാമ്പാറല്ല ഞാനിപ്പോൾ പറയുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിടുക. ഉലുവ, ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് കറിവേപ്പില, വറ്റൽമുളക്, സവാള അരിഞ്ഞത്, ഞാൻ അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര എടുക്കേണ്ട അത്ര എടുത്തിട്ട്, സവാളയൊക്കെ കുറച്ച് മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി സാമ്പാർ പൊടിയാണ് ചേർക്കേണ്ടത്. അതിനിടയിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ടായി. പിന്നെ സാമ്പാർ പൊടി, ഇതിൽ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ സാമ്പാർ പൊടി ചേർത്തു. എന്നിട്ട് നല്ലോണം വഴറ്റുക. അതിനുശേഷം കായം, ഒരു പീസ് കായം, പുളി, ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റുക. പുളിവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ പുളി അങ്ങനെ തന്നെ ഇടയതിന്. അപ്പോൾ അതിന് ശേഷം വേവിച്ച പരിപ്പിലേക്ക് ഇത് ഒഴിക്കുക. അതിലാവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ആ പാനിലൊഴിച്ച് തിരിച്ച് കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നല്ല ഈസി സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ലോണം പതിച്ചതിന് ശേഷം നമുക്ക് കിഴിച്ച് വെക്കുക. അപ്പോൾ നമുക്കിനി ഉപ്പിടാവുന്നതാണ്. ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഞങ്ങൾക്ക് പരിപ്പ് കറി റെഡിയായി. ഇനിയപ്പോൾ നമുക്കിത് തിരിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഇഡ്ഡലിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയോ നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.